RSSന്റെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള കർണാടക സർക്കാർ നീക്കത്തിന് വൻ തിരിച്ചടി. ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സർക്കാർ സ്ഥലങ്ങളിൽ RSS പരിപാടികൾ നടത്താൻ മുൻകൂർ അനുമതി വാങ്ങണമെന്ന ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. കർണാടക ഹൈക്കോടതിയുടെ ധാർവാഡ് ബെഞ്ചിന്റേതാണ് നടപടി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, RSSന്റെ വളർച്ചയിലുള്ള അസഹിഷ്ണുത അതാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയത്. RSSന്റെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ആ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. വിശദാംശങ്ങൾ. പ്രധാനപ്പെട്ട വാർത്ത, നിലവിൽ ഈ RSSുമായി ബന്ധപ്പെട്ട ഒരു നിരോധന നീക്കം കർണാടകയിൽ അവിടുത്തെ കോൺഗ്രസ് സർക്കാർ നടത്തിയിരുന്നു. അതിന് കനത്ത തിരിച്ചടി കർണാടക ഹൈക്കോടതിയുടെ ധാർവാഡ് സിംഗിൾ ബെഞ്ചിൽ നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. RSSന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പൊതുസ്ഥലങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ അത് സ്വകാര്യ സംഘടനകളുടെ പരിപാടി നടക്കുന്നതിന് മുൻകൂർ അനുമതി വാങ്ങണം എന്നുള്ളതാണ് കൊണ്ടുവന്ന നയം. അത് സ്കൂൾ ഗ്രൗണ്ടുകളാകട്ടെ, പാർക്കുകളാകട്ടെ, മറ്റ് ഏതെങ്കിലും സ്ഥലമാകട്ടെ, അത് മുൻകൂർ അനുമതി ലഭിച്ചാൽ മാത്രമേ പരിപാടി നടത്താൻ സാധിക്കൂ എന്നുള്ളതായിരുന്നു നയം. എന്നാൽ ആ ഉത്തരവ് ഇപ്പോൾ ധാർവാഡ് ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നേരത്തെ മല്ലികാർജുൻ ഖർഗെയുടെ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ മകൻ പ്രിയങ്ക് ഖർഗെയാണ് ഇങ്ങനെയൊരു ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത്. RSSനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ കിട്ടുന്ന പബ്ലിസിറ്റി മാത്രമായിരുന്നു പ്രിയങ്ക് ഖർഗെയുടെ ലക്ഷ്യം. എന്നാൽ സ്വന്തം മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കുക ലക്ഷ്യമിട്ട് ഒരുപടി കൂടി കടന്ന് അതൊരു ഉത്തരവായി പുറത്തിറക്കി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. എന്തായാലും നാണം കെട്ട് തല താഴ്ത്തി സിദ്ധരാമയ്യയും പ്രിയങ്ക് ഖർഗെയും എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. RSSന്റെ പ്രവർത്തനം മുൻകാലങ്ങളിലേതുപോലെ മുന്നോട്ട് പോകും. ശരി, ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.